ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തിലാണല്ലോ രക്ഷാകര കർമ്മങ്ങളുടെ പരിസമാപ്തി കുറിക്കുന്ന അവിടുത്തെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ദനഖാകാലത്തിനും ഉയർപ്പ് തിരുനാളിനും ഇടയ്ക്കുള്ള 7 ആഴ്ചകൾ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും ഉപവാസത്തിനുമായി നീക്കിവെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ 40 ദിവസത്തെ ഉപവാസമാണല്ലോ വലിയ നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിന്റെ അടിസ്ഥാനം. മാമോദീസ വഴി ദൈവമക്കളും പുതിയ മനുഷ്യരുമായി തീർന്ന നാം പാപം വഴി ദൈവത്തിൽ നിന്നകന്നു. മനുഷ്യന്റെ പാപവും അതിന്റെ അനന്തരഫലങ്ങളും അനുതാപത്തിന്റെ ആവശ്യകതയും അനുതപിക്കുന്ന പാപികളോട് ദൈവം കാണിക്കുന്ന അനന്തമായ സ്നേഹവും കാരുണ്യവും ഈശോ മിശിഹായുടെ പീഡാനുഭവം, മരണം, സംസ്കാരം എന്നിവയും ഈ കാലത്തിലെ ചിന്താവിഷയങ്ങളായി നാം എടുക്കണം, ധ്യാനിക്കണം. അതുപോലെ തന്നെ ദൈവവും മനുഷ്യരും തമ്മിലും അനുരഞ്ജിതരാകേണ്ടതിന്റെ ആവശ്യകതയും ഈ നോമ്പുകാലം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഈ അവസരത്തിൽ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സഹോദരങ്ങളെ അതിനായി പ്രേരിപ്പിക്കുക. സ്വജീവിതം പിതാവിന് സമർപ്പിച്ച ഈശോയെ പോലെ നമ്മുടെ ദുരാശകളെ ഉന്മൂലനം ചെയ്ത് തീഷ്ണത നിറഞ്ഞ പ്രാർത്ഥനയിലും ആത്മാർത്ഥതയുള്ള ഉപവാസത്തിലും ഔദാര്യപൂർവകമായ ദാനധർമ്മ പ്രവൃത്തികളിലൂടെയും ഈശോയിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെയും വളരുകയും ചെയ്യാം. മരണത്തെ പരാജയപ്പെടുത്തി ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈശോയെ പോലെ നമുക്ക് പാപത്തിന് മരിച്ച് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാം. നല്ലവനായ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.